ആരാധകരെ ആവേശത്തിലാക്കി വീണ്ടും ലാലേട്ടൻ മാജിക്. അവധിക്കാലം ആഘോഷമാക്കാൻ ലൂസിഫർ ഇന്നിറങ്ങുന്നു. പൃഥ്വിരാജ് സംവിധായകനാകുന്ന ആദ്യ സിനിമയുടെ പ്രദർശനം രാവിലെ തന്നെ കേരളത്തിലെ 400ഓളം സ്ക്രീനുകളിൽ ആരംഭിച്ചു. ആദ്യ പ്രദർശനം കാണാൻ മോഹൻലാൽ കൊച്ചിയിൽ നേരിട്ടെത്തി. ശ്രീനാഥ് ചേരുകയാണ്. ശ്രീനാഥ്, വലിയ ആവേശത്തിലാണ് ജനങ്ങൾ. മോഹൻലാലും എത്തിയിട്ടുണ്ട് ആദ്യ പ്രദർശനം കാണാനൊപ്പം പൃഥ്വിരാജും ഭാര്യയും ഒപ്പം എത്തിയിട്ടുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ? ആദ്യ പ്രദർശനം ആരംഭിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആവേശത്തിലാണ് പ്രേക്ഷകരെല്ലാവരും. അതായത് ലൂസിഫർ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കാണാൻ മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം പൃഥ്വിരാജ് എത്തിയിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ കുടുംബവും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തവുമുണ്ട്. ഇന്ന് ആദ്യത്തെ ഷോ അദ്ദേഹത്തിന്റെ ആരാധകർക്കായിട്ടുള്ള ഷോയാണ്. പക്ഷേ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തിയേറ്ററുകളിൽ. രാവിലെ മുതൽ ഏതാണ്ട് 6 മണി മുതൽ ഇവിടെ വലിയ തോതിൽ ആരാധകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ സിനിമ ആരംഭിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമയെ കാണുന്നത്. മാത്രമല്ല, ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലിന്റെ അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടാണ് എല്ലാവരും ഈ ലൂസിഫറിനെ കാണുന്നത്. കേരളത്തിൽ മാത്രം 400ഓളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ലോകത്തൊട്ടാകെ 1500 സ്ക്രീനുകളിൽ ഒരേ സമയം പ്രദർശനം എന്നുള്ളതാണ് ലൂസിഫറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമ എന്ന ബഹുമതിയും ലൂസിഫറിന് അവകാശപ്പെട്ടതാണ്. ഇതാ സിനിമ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിരൻ 2 പ്രദർശിപ്പിച്ചതിനേക്കാൾ കൂടുതൽ തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ. അതേപോലെ കേരളത്തിലും 400ലധികം തിയേറ്ററുകളിൽ ഈ ഒരേ സമയം തന്നെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എറണാകുളത്തെ ഷോ കാണാനാണ് മോഹൻലാൽ കുടുംബസമേതം എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരുണ്ട്. അതേപോലെ ഈ ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ ഈ ചിത്രം കാണാനെത്തിയിരിക്കുന്നു. വലിയ ആവേശത്തോടു കൂടി ഈ ചിത്രം വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും തന്നെ ഇവിടെയുള്ളത്. ഈ ചിത്രം അല്പസമയത്തിനകം ആരംഭിക്കുന്നതായിരിക്കും. അതിന്റെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിത്രം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ശരി, തിരുവനന്തപുരത്ത് നിന്ന് മനു വർഗീസ് കൂടി ചേരുകയാണ്. മനു, കൊച്ചിയിൽ ആരാധകർക്ക് ഇരട്ടി മധുരമായി മോഹൻലാൽ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട് ചിത്രം കാണാൻ, ആദ്യ പ്രദർശനം കാണാൻ. തിരുവനന്തപുരത്ത് എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ? എത്രത്തോളം വലിയ സ്വീകരണമാണ് ലൂസിഫറിന് ഒരുക്കിയിട്ടുള്ളത്? ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ടീം കൂട്ടുകെട്ടിന്റെ ലൂസിഫർ റിലീസിന് എത്തിയിരിക്കുന്നു. വലിയൊരു ആവേശമാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന്. രാവിലെ തന്നെ മുതൽ തുടങ്ങുന്ന ഫാൻ ഷോയ്ക്ക് വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ചിത്രം റിലീസിന് എത്തുന്നത് 400 തിയേറ്ററുകളിലാണ്. ലോകമെമ്പാടും 3000-ലധികം തിയേറ്ററിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. മൾട്ടിസ്റ്റാർ, ഏറെ നാൾക്ക് ശേഷം മലയാള സിനിമയിൽ വരുന്ന ഒരു മൾട്ടിസ്റ്റാർ ചിത്രം. അതിൻ്റെതായ എല്ലാ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സിനിമയെ ഉൾക്കൊള്ളുന്നത്. വിവേക് ഒബ്റോയ് അടക്കമുള്ള താരങ്ങൾ ചിത്രത്തിൽ എത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മലയാളത്തിലെ ഒരു സൂപ്പർ താരം, പൃഥ്വിരാജിനെ പോലുള്ള ഒരു സൂപ്പർ താരം മോഹൻലാലിനെ പോലുള്ള ഒരു താരത്തെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ, അതുതന്നെയാണ് സിനിമയുടെ പ്രത്യേകത. ഒപ്പം തന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാം, ഏകദേശം ഒരുപാട് ആരാധക വൃന്ദാന്തങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്രമാത്രം പ്രതീക്ഷയുണ്ട് സിനിമയിൽ? അടിപൊളി പടമായിരിക്കും, പൊളിക്കും പടം. ഏറ്റവും ശ്രദ്ധേയം, മോഹൻലാൽ പൃഥ്വിരാജ് ടീം കൂട്ടുകാട്ട് വരുന്നു. ആദ്യമായിട്ട് മോഹൻലാൽ പൃഥ്വിരാജിനോട് അഭിനയിക്കുന്നു, ഒപ്പം സംവിധാനം ചെയ്യുന്നു. അത് നല്ലൊരു പ്രതീക്ഷയില്ല? നല്ല പ്രതീക്ഷയുണ്ട്, വമ്പൻ ഹിറ്റ് ആയിരിക്കും, ഒരു സംശയമില്ല. അത് തന്നെയാണ് ആരാധകർ പറയുന്നത്, ചിത്രം ഒരു വമ്പൻ ഹിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ആൾക്കാരിലോട് തിരിഞ്ഞിരിക്കുന്നു, അവരോട് തന്നെ നമുക്ക് പ്രതികരണങ്ങൾ ചോദിക്കാം. എത്രമാത്രം പ്രതീക്ഷയുണ്ട് സിനിമ? നല്ല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ ഫാൻ ഷോ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് എത്തുന്നത്. ചിത്രം നല്ല പ്രതീക്ഷയാണ്, വൻ പ്രതീക്ഷയാണ്. പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഏറ്റവും പ്രതീക്ഷ, ഒരുപാട് നാൾക്ക് ശേഷം വരുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം, വിവേക് ഒബ്റോയ് അടക്കമുള്ള താരങ്ങൾ, പൃഥ്വിരാജിന്റെ സംവിധാനം, എങ്ങനെ എത്രമാത്രം വലിയ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നോക്കുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹം ലാലേട്ടനെ പോലുള്ള ഒരു ആളെ വെച്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷ തന്നെ. തീർച്ചയായും ലാലേട്ടൻ വരെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടമായിരിക്കും. നമുക്ക് പ്രതീക്ഷയുടെ അങ്ങറ്റാണോ ഉള്ളത്. എത്രമാത്രമുണ്ട് രാവിലത്തെ ഒരു ജനക്കൂട്ടം? എങ്ങനെയുണ്ട് ഒരു ആൾക്കാരുടെ റിയാക്ഷൻ? വന്നോട് തിരുവനന്തപുരം മൊത്തം ആൾക്കാരുടെ ഫാൻ ഷോസ് ആണ്.
പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഏകദേശം ഒരു നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. ഇനി ചിത്രം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ ആദ്യ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ചിത്രം ഇനി ശരി, ഏകദേശം മിനിറ്റുകൾക്കകം തന്നെ ചിത്രം തിരുവനന്തപുരത്ത് നിന്നാണ് മനു വർഗീസ് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, ആരാധകർ ഏറെ ആവശ്യത്തിലാണ്. തിരുവനന്തപുരത്തും ഫാൻ ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് എന്താണ് സ്ഥിതി? അവിടെയും ആദ്യ പ്രദർശനം ആരംഭിച്ചോ? അല്പസമയത്തിനകം തന്നെ മോഹൻലാലിന്റെ ലൂസിഫർ എന്ന സിനിമയുടെ പ്രദർശനം ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പ്രിയ തിയേറ്ററിലാണ്. നമുക്ക് കാണാം, ആരാധകർ രാവിലെ തന്നെ സിനിമയുടെ ആദ്യ പ്രദർശനം കാണാൻ എത്തിയിട്ടുണ്ട്. വലിയൊരു ആവേശം തന്നെയാണ് ആളുകളുടെ. കാരണം അവരെ ആകർഷിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്ന്, ഇതിൽ നായകൻ മോഹൻലാൽ, അതിന്റെ അപ്പുറത്തേക്ക് പൃഥ്വിരാജ് സംവിധായകനാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആകാംക്ഷ ഉയർത്തുന്നത്. ഈ സിനിമ ഒടിയന് ശേഷം ഇറങ്ങുന്ന ഈ സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ആരാധകർ വെച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ തുടക്കം മുതൽ അതിന്റെ പ്രചരണ രംഗത്ത് തന്നെ അതിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ എല്ലാം തന്നെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആളുകളെ ആകാംക്ഷയിൽ ഉണ്ടാക്കുന്നത്. നമ്മോടൊപ്പം ഈ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹി ചേരുന്നുണ്ട്. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ സിനിമ? ഒടിയന് ശേഷം ഇറങ്ങുന്ന മോഹൻലാലിന്റെ ഒരു വലിയ ചിത്രമാണ്. നമ്മളെ സമയത്തോളം മോഹൻലാലിന്റെ പടം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പ്രതീക്ഷയോടുള്ള പടങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അല്ലാതെ നമ്മൾ ലോ ക്ലാസ് പടം ഹൈ ക്ലാസ് പടം ഒന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് ഹൈപ്പ് കൊടുത്തൊരു പടമാണ്. മറ്റുള്ളവരെ പോലെ നേരത്തെ തന്നെ പ്രൊമോഷൻ കൊടുത്ത് ജനങ്ങളുടെ ഒരു ലെവലിൽ എത്തിച്ചിട്ട് ആ ലെവലിൽ എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഈ പടത്തിന് വന്നിട്ടില്ല. ഈ പടത്തിൽ എന്തൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഈ പടത്തിലുണ്ട്, 100% ഉറപ്പാണ്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, പൃഥ്വിരാജിനെ പോലുള്ള ഒരാളെ ഡയറക്ഷനായി കൊണ്ടു നിൽക്കുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ മലയാള സിനിമയിൽ, മോഹൻലാലാണത്. പൃഥ്വിരാജിന് ആ ഫസ്റ്റ് ചോയ്സ് മോഹൻലാൽ തന്നെയായിരുന്നു. അതിലും വലിയ ഒന്നും നമുക്കില്ല പറയാൻ. പ്രതീക്ഷ തന്നെ നിങ്ങളുടെ വൺ ഹിറ്റ് തന്നെ ആയിരിക്കണം. എങ്ങനെയുണ്ട് പടം? വൺ ഹിറ്റ്? ഇത് തന്നെയാണ് ഇവരുടെ ആവേശം. കാരണം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, മോഹൻലാൽ ഇതിൽ നായകനാകുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ലാൻഡ് ഫാൻസിന്റെ ഭാരവാഹി പറഞ്ഞതുപോലെ എന്താണോ ഈ സിനിമയിലുള്ളത് അതെല്ലാം വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒടിയന് സംഭവിച്ചതുപോലെയുള്ള ഒരു വലിയ ഹൈപ്പിലേക്ക് വന്നിട്ട് പിന്നീട് ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം വലിയ ആകാംക്ഷ. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. മറ്റു ചിത്രങ്ങളെക്കാൾ കടത്തിവെട്ടുന്ന തരത്തിൽ പടം സൂപ്പർ ഹിറ്റാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലൂസിഫർ പലയിടങ്ങളിലും ലൂസിഫറിന്റെ ആദ്യ പ്രദർശനവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളാണ് വിശദാംശങ്ങൾ നൽകിയത്.